ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ നമ്മൾ ഫുള്ളായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു ന്യൂറോ റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഗൈനക് റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഓർത്തോ റിലേറ്റഡ് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമുക്കൊരു പരിധി കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ജോയിൻറ്റ് പെയിൻസ് വന്നു. ജോയിൻറ്റ് പെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേദനയ്ക്ക് ഗുളിക എടുക്കുമോ അല്ലെങ്കിൽ വിറ്റാമിൻ ഗുളിക എടുത്താൽ ഉടനെ ഒന്നും ഈ പ്രശ്നം മാറില്ല. അത് കുറയും, എടുക്കുമ്പം കുറയും, പിന്നെയും ഉണ്ടാകും. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ഗട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ്, അതേപോലെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ ഇപ്പം നമ്മുടെ പീരിയഡ്സ് സമയത്ത് ബ്ലീഡിങ് വന്നു, അപ്പോൾ ഗൈനക്ക് മാത്രം നമ്മൾ ഇരിക്കരുത്. അത് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളിലും ഇത് വേരിയേഷൻ വരാം. അതേപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻസുലിൻ്റെ വേരിയേഷൻ കൊണ്ടും ഈസ്ട്രോജൻ്റെ വേരിയേഷൻ വന്നാൽ അതിൻ്റെ ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പോൾ എപ്പോഴും അത് മാത്രമായിട്ടല്ല ഒതുങ്ങുന്നത്. ചിലപ്പോൾ മൈഗ്രെയിൻ തലവേദനയ്ക്ക് ന്യൂറോ റിലേറ്റഡ് കാരണങ്ങളുണ്ട്, ഹോർമോൺ റിലേറ്റഡ് ഉണ്ട്, ആസിഡ് റിലേറ്റഡ് ഉണ്ട്, പല കാരണമുണ്ട്. അപ്പം നമ്മൾ തലവേദന കുറയാൻ വേണ്ടി മാത്രം മരുന്നെടുത്തിട്ട് കാര്യമില്ല. അതേപോലെ നമ്മളിപ്പോൾ ഒരു കണ്ണ് ചൊറിച്ചിൽ, തുമ്മൽ, ശ്വാസം മുട്ടൽ, അലർജി, അപ്പോൾ അതിന് പല കാരണമുണ്ട്. വിരയുടെ അളവ് കൂടിയാൽ ഈ പ്രശ്നം ഉണ്ടാകും. തൈറോയ്ഡ് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. അതേപോലെ കുടലിനകത്തെ ബാക്ടീരിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അലർജിക് ഫുഡ് കണ്ടൻ്റ് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. ഗ്ലൂട്ടനും ലാക്ടോസും ഒക്കെ അലർജി ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇതൊന്നും ക്ലിയർ ആക്കാതെ നമ്മൾ അലർജിക്ക് മാത്രം മരുന്ന് എടുത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഇത് മാറില്ല. എപ്പം മരുന്ന് നിർത്തുന്നോ അന്നേരം പിന്നെയും തുടങ്ങും. അപ്പോൾ ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിനൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ ആ അവയവം മാത്രം ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും ആ പ്രശ്നം മാറില്ല. കിഡ്നിക്ക് പ്രശ്നമുണ്ടെങ്കിൽ കിഡ്നി മാത്രം ട്രീറ്റ് ചെയ്താൽ മാറില്ല. എന്തുകൊണ്ടാണ് കിഡ്നി പ്രശ്നം വരുന്നത് എന്നുള്ളത് അറിയണം. ഇപ്പോൾ IgA നെഫ്രോപ്പതി എന്ന് പറയുന്നത്, IgA എന്ന് പറയുന്നത് ഒരു ആൻറ്റിബോഡിയാണ്. അത് കുടലിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അത് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളത് അത് ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണം ഈ കിഡ്നി കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഇത് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് ഈ ക്രിയാറ്റിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പല കാരണങ്ങളുണ്ട്. അപ്പം ബോഡി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ഫുള്ളായിട്ടാണ്. ഒരിക്കലും ഹാർട്ടിൻ്റെ ഇത്, ബോൺസ് ഇത്, അല്ലെങ്കിൽ ന്യൂറോ ഇത്, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എല്ലായിടത്തുനിന്നും 10-20 ഗുളിക കിട്ടും, അതും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മെച്ചമുണ്ട്. നിർത്തിയാൽ പ്രശ്നമായിരിക്കും.